ഞങ്ങൾ പറഞ്ഞല്ലോ 15,000 വോട്ടിന് ജയിക്കുമെന്നാണ് ഞങ്ങളുടെ കണക്ക്. ഈ പോക്ക് CPM പോകുന്നതുകൊണ്ട് ഞാൻ പാലക്കാട് ഇത് തന്നെ പറഞ്ഞത് 15,000 ഞങ്ങളുടെ കണക്ക്. അതിൻ്റെ മീതെ പോകും എന്ന് ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം പറഞ്ഞു. അത് മീതെ പോയി 18ആയി. ഇവിടെ 15ആണ് ഞങ്ങളുടെ കണക്ക്. ഇത് ഇവർ ഇത്രയൊക്കെ ചെയ്തു വെക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മീതെ പോകാനുള്ള സാധ്യത കാണുന്നു. ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പെർഫോമൻസ് എന്താ വിലയിരുത്താനുള്ളത്? ഞങ്ങളെ ഒരു തരത്തിലും ബാധിക്കില്ല. ഞങ്ങൾ പൊളിറ്റിക്കൽ ഫൈറ്റാണ്, 1ഉം 2ഉം. UDF-ഉം LDF-ഉം തമ്മിലുള്ള പൊളിറ്റിക്കൽ ഫൈറ്റാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. ഈ ഒരു കാര്യം, ഇന്നിപ്പോൾ ഒരു ദാരുണമായ സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു. അപ്പം ഞങ്ങളെ പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാരില്ലായ്മ എന്നാണ്. സർക്കാരില്ലായ്മ, അതായത് ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ, ഇപ്പം മലയോരത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ ഒരു പണിയും ചെയ്യാതെ നിഷ്ക്രിയമായിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്, ഒന്നും ചെയ്യില്ല. അപ്പം മലയോരത്തെ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തേക്കാണ്. ആന ചവിട്ടിക്കൊല്ലാം, കരടി കടിച്ചു കൊല്ലാം, മനസ്സിലായോ, പന്നി കുത്തി മലത്താം, എന്തു വേണേലും സംഭവിക്കാം. അപ്പം മലയോരത്തെ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന ഒരു സർക്കാരിനെതിരായ ഒരു വിധിയെഴുത്തും കൂടിയാണ് നിലമ്പൂരിൽ. ഇന്നും കാട്ടാന ചവിട്ടി മുണ്ടൂർ ഒരാളെ കൊന്നിട്ടുണ്ട്. നിലമ്പൂരിലെ ഫോറസ്റ്റാണ്. എല്ലാ ഭാഗത്തും ജനങ്ങൾ ഭീതിയിൽ ജീവിക്കുന്ന ഒരു നിയോജകമണ്ഡലത്തിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തീർച്ചയായും അവിടെയും ഈ സർക്കാരില്ലായ്മ, മനസ്സിലായില്ലേ, അതിൻ്റെ പ്രതിഫലനം തെരഞ്ഞെടുപ്പിലുണ്ടാവും.